എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം. ഗൂഗിളിൽ VEO3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഗൂഗിളിൻ്റെ ജെമിനി കാണാൻ പറ്റും. ജെമിനി വീഡിയോ ജനറേറ്റർ പവേർഡ് ബൈ VEO3 എന്നുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ട്രൈ VEO എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമെയിൽ ID സൈൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ചെയ്യുക. നിങ്ങൾ ഏതാണെങ്കിൽ അത് സൈൻ ചെയ്യുക. സൈൻ ചെയ്തതിന് ശേഷം ഗെറ്റ് ഗൂഗിൾ AI Pro എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഞെക്കുക. ആദ്യത്തെ 1 മാസം ഫ്രീ ആണ്, ട്രയലാണ്. 1 മന്ത് ഫ്രീ ട്രയൽ എന്ന് എഴുതിയിട്ടുണ്ടായി. നമുക്ക് 1 മാസം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങളപ്പോൾ ഗൂഗിളിൽ ഓട്ടോ പേ കംപ്ലീറ്റ് ആക്കി വെക്കണം. അത് അടുത്ത മാസം കൊണ്ട് പിടിക്കണത്. നമ്മൾ ഇന്ന് തൊട്ട് അടുത്ത മാസം 30 ദിവസം കഴിഞ്ഞാണ് പിടിക്കുന്നത്. അത് നമ്മൾ ഓട്ടോ പേ ചെയ്യണം. എന്നിട്ട് പേ വിത്ത് എനി UP ആപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലോട്ട് ചെല്ലും. അപ്പോൾ നമ്മൾ മാൻഡേറ്റ് നമ്മൾ കൊടുക്കണം. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. അത് 1 മാസം കഴിഞ്ഞിട്ട് അതിന് മുന്നിൽ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ തന്നെ ചെയ്യാം. പൈസ പോകുന്നില്ല, ആരും പേടിക്കണ്ട. പൈസ പോകുന്നില്ല. അത് നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ആക്കിയാൽ മതി. ഇതിപ്പോൾ ഓട്ടോ പേ ആയിട്ടുണ്ട്. ഗൂഗിൾ പേയിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഓട്ടോ പേ കംപ്ലീറ്റ് ആണോന്ന്. അതിനുശേഷം നമ്മൾ വീണ്ടും ക്രോമിൽ VEO3 എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ പോലെ സെലക്ട് ചെയ്യുക. ട്രൈ VEO കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോ പേ കംപ്ലീറ്റ് ആയ കാരണം കൃത്യമായി അതിലേക്ക് തന്നെ വരും. നമുക്കത് ഗൂഗിൾ പേ കയറി നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റുന്നുണ്ടോ ഓട്ടോ പേ. കൈയോടെ ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ 1950 രൂപ പോകും നമ്മുടെ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിന് മുന്നേ ക്യാൻസൽ ചെയ്യാൻ നോക്കില്ല എല്ലാവരും. ഇതിൽ ചെല്ലുക. 2.5 Pro എടുക്കണം, സെലക്ട് ചെയ്യണം. അതിൽ കൃത്യമായി നമ്മൾ 2.5 Pro സെലക്ട് ചെയ്യണം. എന്നാലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. 2.5 Pro. അതിനുശേഷം വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരും. അതിനുശേഷം നമ്മൾ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് നമ്മൾ അതിൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനുള്ളതൊക്കെ അതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ നമുക്ക് ഇഷ്ടത്തിന് അനുസരിച്ചുള്ള വീഡിയോ വരും. ഞാനിപ്പോൾ ഒരു സംഭവം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പൂരത്തിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി നടക്കണത്. അത് ചുമ്മാ ഞാൻ കോപ്പി വെറുതെ അടിച്ചു വെച്ചാണ്. അത് നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങൾ. നമ്മൾ കണ്ടൻറ്റ് പറഞ്ഞാൽ മതി. അതേമാതിരി സ്ക്രിപ്റ്റ് പോലെ വരും. അതിനകത്ത് താഴെ നമ്മൾ ഓഡിയോ ഷുഡ് ബി ഇൻ മലയാളം എന്ന് കൊടുക്കണ്ട. അപ്പോൾ മലയാളത്തിൽ കൃത്യമായി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വരും. അതാണ് പ്രശ്നം. ഓഡിയോ ഷുഡ് ബി ഇൻ മലയാളം എന്നിട്ട് ലാസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് അത് വോയിസൊക്കെ അതിൽ നമുക്ക് മലയാളത്തിൽ വരും. അപ്പോൾ കൃത്യമായി അത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൽ ഞാൻ ഓഡിയോ ഷുഡ് ബി ഇൻ മലയാളം എന്ന് കൊടുത്തില്ല. അത് കാരണം ഇംഗ്ലീഷിൽ വന്നു. വീണ്ടും കൊടുക്കാം. അതിൽ ഓഡിയോ ഷുഡ് ബി ഇൻ മലയാളം എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് സെയിം കണ്ടന്റ് തന്നെ, സെയിം സ്ക്രിപ്റ്റ് തന്നെ സംഭവം സെയിം. അതിൽ നമ്മൾ ഓഡിയോ ഷുഡ് ബി ഇൻ മലയാളം എന്ന് കൊടുത്തു. എന്നിട്ട് ആ റൈറ്റിലെ പ്ലേ ബട്ടൺ എനിക്ക് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവും വീഡിയോ. 2 മിനിറ്റ് പിടിക്കും സെറ്റ് ആയി വരാൻ. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നെറ്റ് സ്ലോ ആണ്. അത് കാരണം അടുത്ത് താമസമല്ലേ. അത് ഷവറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ സിനിമാറ്റിക് എഫക്റ്റൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്നും ഇടുക. താങ്ക്സ്.